കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് അത്യന്തം നാടകീയമായ ഒരു ചതിയുടെ കഥയാണ്. പിളരും തോറും വളരും എന്ന കെ.എം. മാണിയുടെ തത്വം ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ചതിക്കപ്പെടും തോറും തളരും എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. UDF-ൽ രാജാവായിരുന്ന ജോസ് കെ മാണിയെ പതുക്കെ വല വീശി പിടിച്ച് LDF-ൽ എത്തിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള CPM-ന്റെ സർജിക്കൽ സ്ട്രൈക്ക് വിജയിക്കുകയാണോ? പിണറായിയുടെ മുൻപിൽ കൈകെട്ടി നിൽക്കേണ്ടി വരുന്ന ഈ അവസ്ഥയിലേക്ക് ജോസ് കെ മാണി എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. UDF-ൽ നിന്ന് പുറത്തു വന്ന ജോസ് കെ മാണി വിഭാഗത്തെ CPM ആദ്യം സ്വീകരിച്ചത് വലിയ ആഘോഷങ്ങളോടെയായിരുന്നു. എന്നാൽ അത് ഒരു വലിയ ചതിക്കുഴിയായിരുന്നു എന്ന് ഇപ്പോൾ നേതാക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കോൺഗ്രസിനുള്ള സ്വാധീനം തകർക്കാനുള്ള ഒരു ചട്ടുകമായി CPM ജോസിനെ ഉപയോഗിച്ചു. കാര്യം കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിലെ 2ാം സ്ഥാനത്ത് നിന്നും മാറ്റി ഒരു മൂലയിലേക്ക് ഇരുത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. മുന്നണിയിലെ മറ്റു ചെറിയ കക്ഷികൾക്ക് നൽകുന്ന പരിഗണന പോലും ഇപ്പോൾ മാണി ഗ്രൂപ്പിന് ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ജോസ് കെ മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ അതിജീവനത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത് പാലായിലെ തോൽവിയായിരുന്നു. സ്വന്തം തട്ടകമെന്ന് കരുതിയ പാലായിൽ ജോസ് കെ മാണി തോറ്റത് CPM-ന്റെ ഒത്തുകളി കാരണമാണെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിശകലനങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. CPM വോട്ടുകൾ കൃത്യമായി ജോസ് കെ മാണിക്ക് മറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുകയും ചെയ്തു. ഇതുവഴി മുന്നണിയിൽ ജോസ് കെ മാണിയുടെ വിലപേശൽ ശേഷി CPM പൂർണ്ണമായി ഇല്ലാതാക്കി. ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ഏത് അഴിമതിക്കും ദൂർത്തിനും മൗനാനുവാദം നൽകേണ്ടി വരുന്ന ഗതികേടിലാണ് കേരള കോൺഗ്രസ് എം. ജോസ് കെ മാണി വിഭാഗത്തിന്റെ താഴെത്തട്ടിലുള്ള നേതാക്കൾക്കും അണികൾക്കും UDF മുന്നണിയിലെ ഈ അവഗണനയിൽ കടുത്ത അമർഷവുമുണ്ട്. UDF-ൽ നമുക്കുണ്ടായിരുന്ന മാന്യത LDF-ൽ ഇല്ല എന്ന തിരിച്ചറിവ് പല നേതാക്കളും തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ജനുവരി 16-ന് നടക്കാനിരിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം വലിയ ചർച്ചയുമാകും. CPM-ന്റെ അടിമയാകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം രാഷ്ട്രീയ സ്വത്വം തിരിച്ചു പിടിക്കുന്നതാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നുണ്ട്. ഇത് ജോസ് കെ മാണി വിഭാഗത്തിൽ ഒരു വലിയ പിളർപ്പ് വഴിയൊരുക്കുമോ എന്നത് കണ്ടറിയാം. ഇടതുമുന്നണിയിൽ ഒറ്റപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് തിരിച്ചു വരാനുള്ള ചർച്ചകൾ അണിയറയിൽ സജീവമാണെന്ന് സൂചനകളുമുണ്ട്. മോൻസ് ജോസഫ് അടക്കമുള്ള ജോസഫ് വിഭാഗം നേതാക്കൾ ഇപ്പോൾ നിലപാട് മയപ്പെടുത്തുന്നത് ഇതിന്റെ തുടക്കമാണ്. ജോസ് കെ മാണി വിഭാഗത്തിൽ അസംതൃപ്തരുണ്ട്, അവർക്ക് UDF-ലേക്ക് തിരിച്ചു വരാം എന്ന പ്രതികരണം ജോസ് കെ മാണിക്കുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ആയിട്ടാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് UDF-ൽ ഭാഗമാകുക എന്നതാണ് ജോസ് കെ മാണിയുടെ മുൻപിലുള്ള ഏക വഴി എന്ന് മാത്രം പറയാം.